അങ്ങോട്ട് പോവാം. നമുക്ക് അത് അവന്മാര് ഗ്യാങ് ഹൗസ് വന്നിട്ടില്ല, അപ്പൊ നമുക്കത് ഗ്യാങ് ഹൗസ് ഇല്ല, അപ്പൊ നമുക്ക് അങ്ങോട്ടേ ഇല്ല. നമുക്ക് ഡ്രോൺ പറത്തി കളിക്കാം. ഇവിടുന്ന് എങ്ങോട്ടാടാ? ലെഫ്റ്റ് അല്ലേ? ആ ലെഫ്റ്റ്, ഇത് തന്നെ തന്നെ. ഈ ഭാഗത്ത് എവിടാണ്? ഈ ഭാഗത്താണ് നീ പറഞ്ഞേ? എടാ കണ്ണാപ്പി, നീയും വേണമെങ്കിൽ ഒരു ഡ്രോൺ വാങ്ങിച്ചോ. വാങ്ങാം വാങ്ങാം വാങ്ങാം. എടാ ഈ ഭാഗത്താണ് പറഞ്ഞേ. റൈറ്റില് ബിൽഡിംഗ് ഉണ്ട്, റൈറ്റില് ബിൽഡിങ്സ് ഉണ്ട്. അതേ വണ്ടി ഉണ്ട് ഉള്ളില്. എവിടെ? ലെഫ്റ്റ് ലെഫ്റ്റ് നോക്ക്. ഡ്രോൺ വെച്ചാ നിങ്ങള് പോയി ഡ്രോൺ വെച്ചാ, ഞാൻ പോയി ഇപ്പഴേ കേട്ടിട്ട് വരാം. ഇവിടെ ഷോപ്പ് ഉണ്ട്. അയ്യോ അളിയാ, എടാ DC അവിടെ ഡ്രസ് ഷോപ്പ്, ഇത് ഷോപ്പിൽ പോടാ. എവിടെ എവിടെ വരണ്ടേ? എടാ നേരെ DC പമ്പില്ലേ, DC ഗ്യാങ് ഹൗസിന്റെ അവിടെ. എനിക്ക് DC പമ്പൊന്നും എനിക്ക് അറിഞ്ഞോടാ. മാർക്കി ഇവിടെ നേരെ പോയി റൈറ്റ്. എടാ ഇവിടെ അല്ലേ? ഇവിടുന്ന് നേരെ പോയി റൈറ്റാ? ആ കാണുന്നില്ലേ? കാണുന്നില്ലേ? മാർക്ക് കാണുന്നില്ലേ? എടാ കണ്ണാപ്പി, എവിടെ സ്ഥലം? എവിടെ അവന്? നിന്റെ ഡ്രോൺ ഉണ്ടോ സ്നൈപ്പേ? ഉണ്ട്. ഞാൻ പറപ്പിക്കാൻ പോവാ, നീ അവിടെ ചെല്ലി, ഞാൻ മേടിച്ചരാ. എവിടെ എവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ചെല്ലി. അല്ല വേണ്ട, അല്ല വേണ്ട. നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഡ്രോൺ ഒന്ന് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി എനിക്ക്. ബാക്കി നിങ്ങൾ നോക്കിയാ. വെറുതെ എന്തിനാ ഇനി അങ്ങ് വരെ പോകുന്നത്? ഇവിടെ അടുത്തായിരുന്നടാ. ഡ്രോൺ ജസ്റ്റ് ഒന്ന് നിങ്ങ ഡ്രോൺ വിട്, ഞാൻ RC കാർ വിടാം. ഇതെങ്ങനെയാണല്ലേ വിടുന്നത്? അതെടുത്ത് യൂസ് എടുത്താൽ മതി. RC ഇത് ഫുള്ള് കാറും പേടും ഒക്കെ. എടാ അവര് ഡ്രോൺ അടിച്ചിടാനൊക്കെ പറയുന്നു. അതെങ്ങനെ കേട്ട് നീ? ഞാൻ അവിടെ അടുത്ത് പോയി കേട്ട്. അവരെവിടാ? ഞാൻ വീട്ടിൽ കണ്ടില്ലല്ല. ഇവിടെ നിക്കി, വണ്ടിയുടെ ബാക്കിൽ കവർ എടാ ഞാനൊരു ഡ്രോൺ മേടിച്ചിട്ട് തരാം. വെയിറ്റ് ചെയ്യാം. അമ്മര് കറക്റ്റ് ഉണ്ടോ ചാച്ചി? കറക്റ്റ് ആ വണ്ടികളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്ക, ഒരുമിച്ച് നിക്കണം നോക്കണ. കാണുന്നില്ലേ നേരെ? അമ്മര് വെളിയിൽ തന്നെ ഉണ്ടാ? നിന്റെ ഡ്രോൺ ഞാൻ കണ്ട്. RC കാർ കിടക്കുന്നു. എന്താ പൊക്കാൻ പറ്റാത്ത? എടാ നമ്മൾ പറയുന്നത് അവിടെ ഡ്രോണിൽ കൂടെ കേക്കാവാടാ. എടാ ഞാൻ അവിടെ വെച്ചതിന് കൂവും വിളിച്ചിട്ട് ഞാൻ അപ്പൊ തന്നെ ഇതാക്കി കേട്ടാ. എന്താ അവസ്ഥയൊക്കെയാണ് അളിയാ. എടാ ഞാൻ പറയുമ്പോ കട്ടിയാടെ. എടാ ഞാൻ പറയുമ്പോ കട്ടിയാടാ ചേച്ചി. ഞാൻ പറയുമ്പോ കട്ടിയാണ്. എടാ സ്വന്തമായിട്ട് ഗ്യാങ് ഹൗസ് ഇല്ലാത്തവരാ തോന്നേട്ടാ. അമ്മമാരായിട്ടാണല്ലോ വാറടിക്കേണ്ടത്. ഇങ്ങോട്ട് വന്നു ഇവിടെ വന്ന് നോക്കിട്ട് പോയി. റേഡിയോയില് കോള് കേട്ടോ അവര്. അതെന്റെ ആരുമായിട്ട് അടിയില്ലെന്ന് ബ്രോ. നമ്മള് റേഡിയോ കൊടുത്തോളാം. ഞാൻ റേഡിയോ പറഞ്ഞ ബ്രോ.
എന്ത് പറ്റിയോ? അല്ല എന്താ ആരാ നോക്കിയതാ. ആ ഓക്കെ ഓക്കെ അന്നുസന്നേ എന്റെ കുഞ്ഞു എന്റെ ഒരു ഇറ്റാച്ചി. ഓക്കെ എന്റെ പേര് ക്യാപ്റ്റൻ കുഞ്ചു. നൈസ് ടു മീറ്റ് യു. ക്യാപ്റ്റൻ ഊച്ചിയ കുഞ്ചു കുഞ്ചു. ഓക്കെ 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 ഓക്കെ. പോട്ടെ ബ്രോ. ആ ഓക്കെ ഓക്കെ നല്ലവന്മാരും ഉണ്ടല്ലോടാ. രാണ ആരായിട്ടാ രാണ? ആ രാണ അവന് വലിയ പ്രശ്നമാണ് ആ മോണ്ടർലി എന്ന് പറയണവന്. വലിയ പ്രശ്നം. ബാക്കി പോയി ഒന്നും കൂടി പറപ്പിക്കാം. ഞാൻ വലിയ ഡ്രോണൊക്കെ മേടിച്ചിട്ട് ഒന്ന് മൂഞ്ചാനല്ല. ചെല്ലി ഇന്ന് വീണ്ടും വന്ന് ചോറിഞ്ഞ മോണ്ടർലി. അല്ലല്ല മോണ്ടറിലേക്ക് 8 വാക്കിനിപ്പോ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പറ്റത്തില്ല. ഇച്ചിരി പറ്റും. സിഗ്നല് പോയിട്ട് പറ്റും. ഇല്ലടാ പറ്റൂടാ. നിറ്റാജി ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഒന്നും അല്ലല്ലോ ഇത്. അതിനാണ് ഞാൻ ഓർമ്മ എടുത്ത് വെടിവെക്കാറായ ഡ്രോൺ പൊട്ടിച്ചു കളഞ്ഞാ മതിയടാ. വെടിവെക്കാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യടാ? നേരെ ഓക്കെ. തുണിയും പണിയൊന്നും ഇല്ലാത്ത അവസ്ഥ വരുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. വായിക്കൊണ്ട് ഡ്രോൺ വെച്ചോടാ അളിയാ. എന്ത് സിറ്റൊക്കെയാന്നറിയാ വായിക്കൊണ്ട് ഡ്രോൺ. എങ്ങനെയുണ്ട് കണ്ണാപ്പി? കേക്കാവല്ല? ഓ കേക്കാ എല്ലാം കേക്കാ. തോക്കെടുത്ത് വെക്കുന്ന ഗ്യാപ്പ് അമ്മ വായിലോട്ട് ഡ്രോൺ വിടേ. ഞാൻ നമ്മ അടുത്ത് ആരോടും മോണ്ടർലി മെറ്റയാടാളിയാ. അവൻ A ക്ലാസ് മെറ്റയാണ്. നിങ്ങൾ എവിടെ? അവൻ കൊറേ ദിവസമായി കിടന്ന് ആലമ്പുണ്ടാകണം. എവിടെ നിങ്ങളൊക്കെ? 6005 ഇത് കോഡ് സെന്റർ ഇല്ലേ? കോഡ് സെന്റർ അങ്ങോട്ട് കയറിയോ? അവര് വണ്ടിയൊക്കെ എടുത്ത് വരുന്നുണ്ട് കളി. എങ്ങോട്ടാന്നോ? നമ്മുടെ തൊട്ടാണ്. അല്ല ഈട മോണ്ടർലീന്റെ പുറകെ തന്നെ ഓടാൻ വേണ്ടിയൊക്കെ ടീമിനെ കൊല്ലുമിക്കാറ്. ഒരുത്തന്നെ തലയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക. അളിയാ ഞാൻ അപ്പഴേ വിട്ടടാ അളിയാ. എന്റെ വെടിയൊക്കെ വന്നടാ. ഞാൻ അവന്റെ വായിക്കൊണ്ട് വെച്ചു കൊടുത്ത്. എടാ ഇവിടെ വണ്ടിക്കകത്തിരുന്ന് നൈസായിട്ട് വിടറാ. അതാവുമ്പോ അവര് കാണത്തില്ല. നീ വാ. അതല്ലേ സെറ്റ്. ടീമിന് 2 ഡിങ്കോ. ചേച്ചി ഫുഡ് കഴിച്ചോ? ടീമിന് ഡിങ്കൊക്കെ കൊടുക്കണം. കൊഞ്ച് ഫുഡ് കഴിക്കാതെ ഇതാര്? അമ്മൂസാ? കാരണം വണ്ടി കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ട് വെച്ചേ. നമ്മള് ഡ്രോണിലാണ്. ഒരു ഓറഞ്ച് വണ്ടി പമ്പിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ നമ്മുടെ ബാക്കിലെത്ത്. മറ്റേ എടാ വെടിവെക്കാണ് മരത്തിന്റെ ഇടയിൽ കയറി നദിയടാ. മരത്തിന്റെ ഇടയിൽ ഫ്രണ്ടിലത്തെ വണ്ടിയാണോ? എവിടെ ഉണ്ട്? ഇവിടെ മൊത്തം ഉണ്ട്. ഇവിടെ ഇതേത് ഗ്യാങ് ഹൗസ്? ഇതാണ് അകാർത്തര ഗ്യാങ് ഹൗസ്. അത് ഗ്യാങ് ഹൗസ് ഒന്നുമില്ലേ? ഇവന്മാര് ഇപ്പൊ ഗ്യാങ് ഹൗസിന് വിളിപ്പൊന്നും വന്നിട്ടില്ലല്ലോ. എല്ലാരും പാന്റ് വിടറാ.
പാന്റ് വീഴടാ പാന്റൊക്കെ വീഴുന്നു അയ്യേ ചന്തി പാന്റൊക്കെ ഊരണ്ട സാമാനില്ലാന്ന് കാണിക്കാനോ പാന്റെ കൂരി കേട്ടാ അവന്മാരിപ്പോ ഇപ്പൊ വെടിവെപ്പില്ലടാ ടി വി എന്ന് പറഞ്ഞ ലൈവ് സ്ട്രീം ഇട്ടേക്കുന്നത് അല്ലോ അതാരാ അത് നോക്കിക്കേ ഡ്രോണിന്റെ അയ്യര് കളിയാ ഇതെവിടെ കേറി പോകുന്നു അറിയാം കഴിവുതരത്തിലും കാണിക്കൽ പ്ലീസ് ഒന്ന് ലീവ് ചെയ്യണം പ്ലീസ് നേരത്തെ ഓർത്തൊന്ന് ലീവ് ചെയ്യണം അയ്യോ വയ്യ അച്ഛനപ്പൂപ്പനല്ലടാ പുണ്ടച്ചി ഒളിഞ്ഞു എടാ തെറി വിളിച്ചേ അവൻ പറയില്ലേ നിനക്കൊന്നും അച്ഛനും അമ്മയും ഇല്ലടാ പുണ്ടച്ചി മക്കളായിരുന്നു വിളിച്ചിട്ടാ എങ്ങനെ വലിക്കണത് പുറത്തുനിന്നാ കുറച്ചേരി മോഡലിൽ എന്തായാലും ഒരു ദിവസം മറ്റേക്ക് ഇരിക്കും അവിടെ സ്നൈപ്പ് നിന്റെ ഒരു POV ഉണ്ടോടാ മറ്റേ എന്നുവെച്ചാല് നമ്മുടെ പേരൊക്കെ പറയുന്നത് സ്നൈപ്പ് ഒക്കെയാന്ന് പറയുന്നത് ഹലോ ബ്രോ ഹലോ തിരക്കിലാണോ ബ്രോ ഓ തിരക്കിലായിരുന്നു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ബ്രോ ബ്രോ ഞാൻ ഇച്ചിരി ഗ്യാങ് സിറ്റുവേഷൻ ഫൈറ്റ് ഫ്രണ്ടിലാൾ ചെറിയ പ്രശ്നമില്ല എപ്പോ കണ്ണാടിയിലൊന്നും ചൊറിയല്ല അവന്റെ പരിപാടി വല്ല പണിയെടുത്തിരിക്കടാ അടാ 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 എന്റെ ചാറ്റ് പോയാ അണ്ണ ഇത് അണ്ണന്റെ മോണ്ടർലി അണ്ണ ഒരു TV ഗ്യാങ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് ലൈവ് ഇട്ടിട്ടുണ്ടേ എന്തോടാ നീ പറഞ്ഞേ ഒരുത്തൻ TV ഗ്യാങ് ഹൗസ് എന്ന് പറഞ്ഞ് ലൈവ് ഇട്ടുണ്ട് നോക്കി ഈ ഡ്രോണ് പോകുമ്പോ അവിടെ അവന്മാർക്ക് ശബ്ദം കേൾക്കൂലല്ലോ അങ്ങനെ കേൾക്കത്തില്ലല്ലോ കേക്കോ ട്രിപ്പിളൊക്കെ കിടന്ന് അമ്മമാരെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങണം അടിക്കാനോ ഇന്നലെ ഇത് സംസാരിച്ചല്ലേ രാണകുമാരുടെ അടുത്ത് ഇപ്പൊ വീണ്ടും വന്ന് ഈ മോണ്ടറിൽ ചൊറിയണ പോയി തരണം ഒളിഞ്ഞു നോക്കല്ലേ ബ്രോ നമ്മുടെ പ്രൈവസി ഞാൻ സംസാരിക്കാം വെയിറ്റ് അവിടെ നമ്മുടെ കുറുപ്പിരിപ്പുണ്ട് ഞാൻ പറഞ്ഞു അവനിപ്പോ പറഞ്ഞിട്ട് മനസ്സിലാവണല്ലോ വെയിറ്റ് ഞാൻ പോയിട്ടോ ഞാൻ മാത്രം പോ ഹലോ കൂട്ടാണ്ട് പോയാ ഡ്രോ മേടിച്ചിട്ടില്ല ഇപ്പുറത്തുനിന്ന് തന്നെ മേടിച്ചിട്ടില്ല ഒരാള് അവരുടെ ഫ്രണ്ടിൽ പോയി നിക്കണ് രാണ സംസാരിക്കാൻ പോയത് ആ ഓക്കെ കുറുപ്പേ ഹലോ കേറ വണ്ടി കേറ ഓ ഒരു കാര്യമുണ്ട് മീറ്റിംഗ് ഉണ്ട് അതിപ്പോ വരെ തിരിച്ചു ഇതാരെ കയറി വണ്ടിയില് വേറെ ഇവിടെ ആരും ബലം പിടിച്ച് കയറ്റിയൊന്നും അല്ല പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ ഇപ്പൊ വരാം അത് നമ്മളാ ഡ്രോണ ഇവിടെ ഈ മോട്ടറിലേക്ക് കുറച്ച് പ്രശ്നമുണ്ടാ വന്ന സമയം മുതൽ ഇപ്പൊ വണ്ടി എടുത്ത് കുറച്ച് ഫിറ്റിങ്ങും കാര്യങ്ങളുണ്ട് ആ നീ തന്നെ നിനക്കെന്താ പ്രശ്നം മെനിങ്ങാന്ന് മുതല് ഞാൻ കാണുന്നുണ്ട് മോണ്ടറില് നീ വണ്ടി എടുത്തിട്ട് വന്ന് ഫിറ്റ് ചെയ്യണം എന്താ പ്രശ്നം എന്താ കേക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ പ്രശ്നമുണ്ടോ നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്തെങ്കിലും ഉണ്ടോ അല്ല കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നോ അതിന്റെ ഒരു ചെറിയൊരു ഇതല്ലേ ഇപ്പൊ എന്തോ വിളിച്ച
എടാ നീ വന്ന് ആദ്യത്തെ ദിവസം ട്രിഗർ ചെയ്തോണ്ടാണ് അവര് പിന്നെ രണ്ടാമത്തെ ദിവസം നിന്നെ നോട്ട് ചെയ്യണം. ഇന്നലെ ഹലോ ആരാ? ബ്രോ ആ ഉണ്ട് പറഞ്ഞോ. ഞാനാ ജിഎം ആ ജിഎം പറഞ്ഞു. വരാം ബ്രോ വരാം. ഞാൻ ഇവിടെ ഒരു സംസാരിച്ചോണ്ടിരിക്കുക. വീട്ടിലോട്ട് പോവാ. ആ അപ്പൊ ഞാൻ പറഞ്ഞത് എടാ ഞാൻ അവിടെ സംസാരിച്ചോണ്ടിരിക്കടാ. ഇപ്പൊ വരടാ. അപ്പോഴേ ഇവൻ വന്നിട്ട് മെനിങ്ങാന്ന് വണ്ടിയിട്ട് ഫിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ വേറെ ഏതോ സിറ്റുവേഷനിലായിരുന്നു. ഇല്ലടാ നീ അന്ന് വേറെ ആരോ ഫിറ്റ് ചെയ്തോണ്ടിരുന്നല്ലേ? അത് ഇന്റൻഷനിൽ വിചാരിച്ചിട്ടാണ് നമ്മളെ പിള്ളേർ ഇരിക്കണേ. ഇവൻ വന്നിട്ട് പിന്നെ ഇന്നലെ വന്ന് ഇറ്റാച്ച് ആയിട്ട് സ്നൈപ്പ് ആയിട്ട് എന്തോ ഉടക്കായില്ലേ? ആ പക്ഷെ നീ നമ്മളെ വണ്ടിയിൽ എന്തോ പറഞ്ഞില്ലേ ഇതേത് വണ്ടി? അപ്പൊ അത് നിന്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക്. അതിന്റെ പേരിലാണ് പിന്നെ അടിയായി. ഞാനത് സോറി പറയാൻ പോയപ്പോ ഇന്നലെ അടിയാടാ കുറുപ്പ. എന്നിട്ട് വണ്ടിയുടെ പേര് പറഞ്ഞ് എന്തോ അടിയായി. പിന്നെ ഇവര് തമ്മിൽ സംസാരമായി. ഇവനെന്തോ അടിച്ചു കൊന്നവര്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കണ്ണാപ്പിയുമായിട്ട് നമ്മുടെ ഗിയോ ഇല്ലേ? ഗിയോ ആയിട്ട് സംസാരമായി. ഗിയോ ആയിട്ട് അവനെ അപ്പൊ അടിച്ചെന്തോ കൊന്നിട്ടിട്ട് പിന്നെ അപ്പോഴാണ് ഞാൻ അവിടെ എത്തണം സംസാരിച്ചു. എടാ മോണ്ടറിൽ നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറ. മനസ്സിലായി? ഞാനിത് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഡ്രോൺ ഇട്ട് നോക്കിയപ്പോഴേ ഡ്രോൺ ഇട്ട് നോക്കിയപ്പോ ഞാൻ കുറിപ്പിക്കണ കണ്ട. അതാണ് ഞാൻ ഇറങ്ങി വന്നത്. ബാക്കി എനിക്കിവിടെ കമ്പനി ഇല്ലല്ലോ. അതാണ് ഞാൻ ഇറങ്ങി വന്നത്. ഞാൻ എന്തായാലും സംസാരിക്കും അവരടുത്ത്. നിങ്ങളുടെ സൈഡിൽ ഉണ്ടാവരുത്. എന്തായാലും ഇതേപോലെ വന്നില്ല. ഞാൻ വണ്ടിയിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു സംഭവം എന്തോ നോക്കട്ടെ. ഇത് നമ്മൾ ഒഫീഷ്യലായിട്ട് ഇവിടെ ഓ ഓക്കെ ഞാൻ നോക്കാം. പരിപാടി കഴിഞ്ഞതാണ്. പക്ഷെ നമ്മള് ദുബായ് പോയാടേ ഇതെന്തിന്? വരാം ഞാൻ ഉറപ്പായിട്ടും വരാം. മോണ്ടറിലേ കേട്ടാ. നീ ഇനി കുറുപ്പ് മറ്റേ ചെറിയ ഇതൊക്കെ കാണിക്കുകയാണെങ്കിൽ അവന്മാരായിരിക്കും ഇടപെട. ഞാൻ വരത്തില്ല. ഗ്യാങ് സിറ്റുവേഷൻ ആക്കി വെക്കരുത്. ആകെ നിന്റെ ലീഡറിനൊക്കെ അറിയാതാണ് എനിക്ക്. ഇവനെയൊക്കെ വന്ന് എനിക്ക് അവസരം അടിക്കേണ്ടി വരും. അതാക്കി വെക്കരുത് കേട്ടാ. ശരി കുറുപ്പ പോയിട്ടാ. മീറ്റിംഗ് അല്ലേ നടക്കട്ടെ. ആളാ പോട്ടെ. ഹലോ കേക്കാവോ? എടുത്തേക്ക് പോയാ അവിടെ നിന്ന് ഡ്രോൺ എന്തേ? എല്ലാരും സംസാരിച്ച് ഇതാക്കിടാ. അവര് കുറുപ്പിനെ എനിക്ക് അറിയാടാ. അവൻ മനസ്സിലായി. അവന് പറഞ്ഞ മനസ്സിലാവും. പിന്നെ ഇവന്മാര് പിള്ളേരല്ലേടാ. നമ്മളെ കൂട്ടത്തിലുണ്ടല്ലേ കുറച്ച് വള്ളിയൊക്കെ. അതേപോലെ അവന്മാരെ കൂട്ടത്തിലുണ്ട് കുറച്ച് വള്ളി. അത്രേ ഉള്ളൂ. ഫുൾ വ്യൂ. ഇതാരാ ലൈവ് ഇട്ടിരിക്കണേ? അവന്റെ ഫുൾ വ്യൂ. ഗഫൂർ സിംഗ് അവന്റെ പേര്. അവൻ ഇപ്പോഴും ലൈവ് ആണ്. അവൻ എവിടെ ഇരിക്കണം നോക്കട്ടെ. അവന്റെ അതിന്റെ സൈഡിൽ ഉണ്ട്. അവന്റെ അടുത്തേക്ക് പോവാ. സൈഡിലുണ്ട് കേട്ടാ. അണ്ണാ വരും. ഇല്ലടാ വീട്ടിൽ വരാൻ ചാൻസ് ഭയങ്കര കുറവാണ്. വരാൻ അവന്റെ ലൈവും കണ്ടുപിടിക്കണം. അല്ലെ സൂപ്പർ താരം. ലൈവിൽ തന്നെ പിടിക്കണേ. അവന്റെ ലൈവിൽ അവന്റെ ഫ്രണ്ട് ശബ്ദമില്ലാത്ത ലൈവാണ് അവന്റേത്. അവൻ നിൽക്കുന്ന പൊസിഷൻ മനസ്സിലായി. പാലത്തിന്റെ ആഴാണോ നിൽക്കുന്നത്? നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞേരെ. ചാറ്റിട്ടോ ദേ വരുന്നു. അവിടെ തിരിഞ്ഞു നോക്കണമെന്ന് പറഞ്ഞ ഇവിടെ വണ്ടി ലോക്കിട്ട് ഇറങ്ങണേ. അവിടെ നിൽപ്പുണ്ട്.
കുറച്ച് വിസ്തീരിച്ച് കാണിച്ചാ ആ ലൈവൊക്കെ എന്റെ അകത്ത് കുറച്ച് വിസ്തീരിച്ച് കാണിച്ചുതരാ. വേണ്ട ഞാൻ പോക്കോളാം, കുഴപ്പമൊന്നും. അല്ല ലൈവൊക്കെ ഇട്ട് TV ഗ്യാങ്സ് വളഞ്ഞിന്നാ ദൂരെ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞു. ദൂരെ നിന്ന് കണ്ടാ മതിയാ, അകത്ത് കയറി കാണണ്ടേ? വാ കേറി വാ, പേടിക്കണ്ട. വിത്തി വലിഞ്ഞൊക്കെ ദൂരെ നിന്ന് കാണണം കാട്ടി. കൊല്ലില്ല, അകത്ത് നിന്ന് കണ്ടാ പോരെ. ഏത് അവന്റെ പേരെന്താ? എന്താ? പള്ളി ആയിരിക്കും. പള്ളിയാണോ നീ? എന്തൊരു വള്ളി ബ്രോ, ഞാൻ വള്ളിയൊന്നുമല്ല. അല്ല ലൈവൊക്കെ ഇട്ടിട്ട് TV ഗ്യാങ്സ് വളഞ്ഞെന്നൊക്കെ പറഞ്ഞു ചിലവന്മാർ ഇടോടാ ഇതിന് മുമ്പൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, ഞാൻ ഗ്യാങ്സിന്റെ ഫ്രണ്ടിലെപ്പോ ഉണ്ട്, ധൈര്യം ഉണ്ട് തൊറാന്നൊക്കെ പറഞ്ഞ ലൈവ് ഇടും മുമ്പൊക്കെ. അങ്ങനത്തെ ഒരാളാണ്. ഞാനങ്ങനെ ഇടാറില്ല. പിന്നെ ഞാൻ എന്തൊരു മണ്ടനാ, വടി കൊടുത്ത് അടി അടിക്കാൻ. അത്രേ ഉള്ളു. കുറച്ച് ബുദ്ധിയുള്ള പയ്യനാണെന്ന് തോന്നുന്നു. വീട് കാണണോ നിനക്ക്? നമുക്ക് എനിക്ക് കയറാൻ പറ്റില്ല. എടാ നീ കേറി കണ്ടോ? നീ ഇവിടെ ഗ്യാങ് മെമ്പേഴ്സിന് കയറാൻ അലോട്ടറല്ല, നീ കയറിക്കോ. നീ കയറി ഫുള്ള് ഒന്ന് കണ്ടിട്ട് വന്നോ. ഓ ലൈവ് ഇട്ട് കണ്ടോ? പെർമിഷൻ തന്നെന്നും പറഞ്ഞ് ലൈവ് ഇട്ടോ കേട്ടാ. ടൈറ്റിൽ അങ്ങനെ ആയിരിക്കും. പെർമിഷൻ കിട്ടി. ഇവിടെ തുടങ്ങി. എടാ സർക്കണ്ണ വന്നിട്ട് നമ്മള് ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് കേറും കേട്ടാ. പറ്റുന്ന എല്ലാരും കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ പറഞ്ഞുതരാം.